കോഴിക്കോട് പന്തീരാങ്കാവിൽ ടോൾ പിരിവ് ആരംഭിച്ചതിനെതിരെ പ്രതിഷേധം ശക്തം. ഇന്ന് രാവിലെ 8 മണിക്ക് ടോൾ ആരംഭിച്ചതോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിലും വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരുമെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. ഇതിനു പുറമെ ടോളിനെതിരെ ഒറ്റയാൾ സമരവും തുടരുന്നുണ്ട്. ഇതിനിടെ കാസർഗോഡ് കുമ്പളയിൽ ടോൾ പിരിവിനെതിരെ സമരം നടത്തിയ AKM അഷ്റഫ് MLA അറസ്റ്റ് ചെയ്ത് നീക്കി. പന്തീരങ്കാവ് ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് ഔദ്യോഗികമായി തുടങ്ങിയതിന് തൊട്ടുപിന്നാലെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം ആരംഭിച്ചു. സർവീസ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കുക, പ്രദേശവാസികൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ടോൾ പ്ലാസ ഉപരോധിക്കാൻ തുടങ്ങിയതോടെ സമരം ഉദ്ഘാടനം ചെയ്യാനായി എത്തിയ DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തു നീക്കി. ഈ സമരം ഞങ്ങൾ ആവശ്യപ്പെട്ട മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ തുടരുക തന്നെ ചെയ്യും. ഇതിലും ശക്തമായി നാളെ മുതൽ വരും. തൽക്കാലം പോലീസിനെ വെച്ച് നേരിട്ട് ഇത് വിജയിക്കാമെന്ന് കരുതണ്ട. വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. ടോളിനെതിരെ ഒളവണ്ണ പഞ്ചായത്ത് മുൻ വാർഡ് മെമ്പറും സാമൂഹ്യ പ്രവർത്തകനുമായ അബ്ദുൽ അസീസ് നടത്തുന്ന ഒറ്റയാൾ സമരം തുടരുകയാണ്. ഈ ടോൾ പാസോടനുബന്ധിച്ചിട്ട് സർവീസ് റോഡ് വരേണ്ടതുണ്ട്. ഇരുഭാഗത്തും സർവീസ് റോഡ് ഇല്ല. ഏതാണ്ട് 500 മീറ്റർ രണ്ട് ഭാഗം ടോൾ പാസിൻ്റെ ദൂരത്തുനിന്ന് 500 മീറ്റർ വിട്ടിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ സർവീസ് റോഡ് നല്ല രീതിയിൽ പുനഃസ്ഥാപിക്കുക. ഉള്ള സർവീസ് റോഡിൽ ജനങ്ങൾക്ക് നടക്കാനുള്ള നടപ്പാത നല്ല രീതിയിൽ ഒരുക്കുക. അതോടൊപ്പം തന്നെ 20 കിലോമീറ്റർ ചുറ്റളവുള്ള ആളുകൾക്ക് സേവനം ലഭ്യമാക്കുക. കാസർഗോഡ് കുമ്പളയിലും ടോൾ പിരിവിനെതിരെ പ്രതിഷേധം തുടരുകയാണ്. സമരം നടത്തിയ AKM അഷ്റഫ് MLA അറസ്റ്റ് ചെയ്തു നീക്കി. ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് സമരക്കാരെ അറസ്റ്റ് ചെയ്യുകയും സമരപ്പന്തൽ പൊളിച്ചു നീക്കുകയും ചെയ്തത്. ഇന്നലെ സമരസമിതി പ്രവർത്തകർ നടത്തിയ പ്രകടനത്തിന് പിന്നാലെ ടോൾ ഗേറ്റ് അടിച്ചു തകർത്തിരുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.